വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. കുട്ടികളെ കാണാതാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യലുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ കണ്ടെത്തിയത്. ആ കാണാതായ നിമിഷം മുതൽ അതിൻ്റെ മാതാവ് തകർന്നു കഴിഞ്ഞൊരു നിമിഷങ്ങളുണ്ട്. മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ വന്നപ്പോൾ നമ്മുടെ നെഞ്ചടക്കം തകർന്നു. കാരണം ആ ഒരു മാതാവിന് മകളെ ഇല്ലാതെ ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. ആ ഒരു സമയത്താണ് 19 വയസ്സുള്ള ആ മകളെ കൊല്ലം ഭാഗത്ത് നിന്ന് കാണാതാവുന്നത്. പക്ഷെ ആ പെൺകുട്ടിയുടെ നോട്ട് ബുക്കിൽ അവർ ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു കാര്യം, ആ പെൺകുട്ടിയുടെ നോട്ട് ബുക്കിൽ എഴുതിയ കുറേ വരികളാണ്. എന്തൊക്കെയോ ആ പെൺകുട്ടി എഴുതി വെച്ചിട്ട് അവസാനം എഴുതിയത് സാത്താൻ ജയിക്കട്ടെ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പേടി തോന്നിയത് ഈ സാത്താനെ ആരാധിക്കുന്ന ആളുകളുടെ കയ്യിലെങ്ങാനും ഈ പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടോ. കാരണം ഈ പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, സ്കൂളിലെ ടോപ്പറാണ്. പക്ഷേ ഈ പെൺകുട്ടി എപ്പോഴും മൊബൈൽ എപ്പോഴും ഉപയോഗിക്കും. അങ്ങനെ മൊബൈൽ ഗെയിം കളിക്കുന്നതിനും മൊബൈൽ ഉപയോഗിക്കുന്നതിനും ഈ ഒരു മാതാവ് വഴക്ക് പറഞ്ഞിരുന്നു. ആ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് ഈ പെൺകുട്ടിയെ ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായത്. അങ്ങനെ ഒരു 2-3 ദിവസങ്ങളോളം കാണാതായിട്ട് ആ ഒരു മാതാവ് തീ തിന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നിമിഷം ഈ ഒരു പെൺകുട്ടിയുടെ അധികം സുഹൃത്തുക്കളില്ല. വളരെ ഈ ഒരു മാതാവ്, സഹോദരി ഇതടങ്ങുന്ന ഒരു കുടുംബത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു സുപ്രഭാതത്തിൽ കാണാതാവുന്നത്. അതൊക്കെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായി. ഒടുവിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തി. ഈ കണ്ടെത്തുന്നതിന് മുൻപ് ഈ പെൺകുട്ടിയുടെ നോട്ട് ബുക്കിൽ നിന്ന് ഈ സാത്താൻ ജയിക്കട്ടെ എന്ന് പറയുന്ന വാക്കാണ് സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീതിയിലാക്കിയത്. കാരണം കളമശ്ശേരി ഭാഗത്തും കൊച്ചി ഭാഗത്തൊക്കെ സാത്താൻ സേവ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതൊരു ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ശരിക്കും അറിയണം ആരാണ്. കാരണം കാണാതാകുന്ന പല കുട്ടികളെങ്ങാനും ഇതുപോലത്തെ ടീമിൻ്റെ കയ്യിലാണ് പെടുന്നതെങ്കിൽ ഒരിക്കലും നമുക്കവരെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ അടക്കമുള്ളവരാണ് ഈ സാത്താൻ സേവ എന്ന് പറയുന്ന രഹസ്യ വിഭാഗത്തിൻ്റെ കയ്യിൽ പെടുന്നത്. ലോകത്താകെ കൂടി വളരെ ഭീതി പടർന്ന രീതിയിൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു വിഭാഗമാണ് ഈ സാത്താൻ സേവ. ഇതൊരു 15-ാം നൂറ്റാണ്ടിലാണ് സത്യത്തിൽ ഇത് ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ രഹസ്യമായിട്ട് 2017 ഒരാൾ, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള നേഴ്സായ ഒരു പുരുഷൻ ഇങ്ങനെ ഈ ഒരു സാത്താൻ സേവ നടത്തിയിട്ട് സ്വന്തം അമ്മയെയും സ്വന്തം അച്ഛനെയും സ്വന്തം സഹോദരിയെയും വീട്ടിലെ ബന്ധുവിനെയും 4 പേരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് അവർ ആസ്ട്രൽ പ്രൊജക്ഷൻ, അതായത് ആത്മാവിനെ ആവാഹിക്കുന്ന ഒരു പദ്ധതി ഈ ഒരു സാത്താൻ സേവക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പരീക്ഷിച്ചു നോക്കി. ആ പരീക്ഷണത്തിൽ ആരും ഇല്ലാതായി, അമ്മ ഇല്ലാതായി, അച്ഛനില്ലാതായി, സഹോദരി ഇല്ലാതായി, ഒരു ബന്ധുവില്ല, 4 പേരെ കൊന്നു. ഇയാൾ ഇന്നും ജയിലിലാണ്. ഇയാൾക്ക് ഇപ്പോഴും ഇതിന്റെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. കാരണം ഇയാളുടെ മാനസിക നില ശരിയല്ല. ഈ സാത്താൻ സേവക്കാരെ പിന്നാലെ കൂടിയതാണ്. അതേപോലെ 2022 2 വർഷം മുൻപ് ഒരു നരബലി, ഇരട്ട നരബലി നമ്മുടെ നാട്ടിൽ കൊല്ലത്തുണ്ടായി. അതും ഈ സാത്താൻ സേവക്കാരാണ്. ഈ അടുത്ത് ടൂറ് പോയിട്ട് അരുണാചൽ പ്രദേശിൽ പോയിട്ട് മലയാളികളായ ദമ്പതികൾ ഇതേപോലെ സ്വന്തം ഭാര്യയെ ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടിയിട്ട്, ആത്മാവിനെ ആവാഹിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ സ്വർഗത്തിൽ എന്നും ഏതൊക്കെ അന്യഗ്രഹത്തിൽ ജീവിക്കാം എന്നൊക്കെ കരുതിയിട്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ ജീവൻ ഒടുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഇതും ഇതിൻ്റെ ആളുകളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് ഒരു സാധാരണ സംഭവമല്ല. ഈ സാത്താൻ സേവ എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ് ഇത് ശരിക്കും ഉണ്ടായത്. പിന്നീട് ഒരു 1966 ഒരു അച്ഛനും മകളും കൂടി ചേർന്നിട്ട് അമേരിക്കയിലാണ് ഒരു സാത്താൻ ഓഫ് ചർച്ച് എന്ന് പറയുന്ന ചർച്ചൊക്കെ ഉണ്ടാക്കി. ഇതിനു വേണ്ടി വേറെ ചില മതഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഇതൊരു വലിയ ഒരു പരസ്യമായ ആരാധനയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് ആദ്യം വരുന്നത് മംഗലാപുരത്താണ്, പിന്നീട് അത് കേരളത്തിൽ വന്നു. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രഹസ്യമായിട്ടുള്ള ആരാധനയാണ് ഈ സാത്താൻ സേവ. അപ്പോൾ നമ്മൾ ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഇബിലീസ് ഉണ്ടല്ലോ, അതായത് മാലാഖമാരുടെ വരെ ഗുരുനാഥനായിരുന്ന ഇബിലീസ്, ആ ഇബിലീസിനെ അള്ളാഹു പുറത്താക്കിയതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇതാണ് സാത്താൻ, ഇബിലീസ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ലൂസിഫർ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരാൾ. ഇതേപോലെ ഒരു മാലാഖയേക്കാൾ ഉന്നത പദവിയിലുള്ള ഒരാളായ ലൂസിഫറിനെ ദൈവം പുറത്താക്കി ഭൂമിയിലേക്ക് അയച്ചു. ആ ലൂസിഫർ ആണ് ദൈവത്തെക്കാൾ ശക്തി എന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ വിശ്വാസ രീതികൾ എങ്ങനെ? ഇവർക്കൊരു ബ്ലാക്ക് കുർബാനയുണ്ട്, ഒരു ബ്ലാക്ക് കുർബാന. അതായത് ഈ ക്രിസ്ത്യാനികൾ വളരെ പവിത്രമായിട്ട് കരുതുന്നതിനെ അശുദ്ധമാക്കിയിട്ടാണ് ഇവരിത് ചെയ്യുക. കുരിശ് തലതിരിച്ചു പിടിക്കാം, ബൈബിള് കീറി എറിഞ്ഞെറിയുക. അതേപോലെ ക്രിസ്ത്യാനികൾ വളരെ ബഹുമാനത്തോടു കൂടി വിശ്വാസികൾ കൊടുക്കുന്ന ഒരു അപ്പങ്ങളുണ്ട്. അപ്പം അതിനെന്തൊരു പേരുണ്ട്, തിരുവോസ്കി അങ്ങനെ എന്തൊരു പേരുണ്ട്. ഈ അപ്പങ്ങൾ അടിച്ചു മരയിൽ മൂത്രമാക്കിയിട്ടോ അല്ലെങ്കിൽ കാഷ്ടമാക്കിയിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് ആക്കിയിട്ടോ തിന്നാൻ കൊടുക്കുക. അതൊക്കെ തിന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ശക്തി ഇവർക്ക് കിട്ടാൻ പോകുമെന്നും ഭൂമിയിലൂടെ പറക്കാൻ കഴിയുമെന്നും
ആർക്കുമില്ലാത്ത പവർ ലഭിക്കുമെന്നും ദീർഘകാലം വേണമെങ്കിൽ മരണപ്പെടാതെ ജീവിക്കാമെന്നും ഒക്കെ ഒരു വിശ്വസിക്കാണ്. എന്നിട്ട് ഇങ്ങനെ പ്രകൃതി വിരുദ്ധ ലൈംഗികത, അതോടൊപ്പം ആരുമായിട്ടും ലൈംഗികത ചെയ്യുക, ഇതിനു വേണ്ടിയുള്ള ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കൊച്ചിയിലും കളമശ്ശേരിയിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ് ഇവരുടെ ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ളത്. ഇത്തരം ഒരു രംഗം, ഇത്തരം ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ കൈപ്പിടിയിൽ എങ്ങാനും ഈ കുട്ടി കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇതിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യണം എങ്ങനെയെന്ന് അറിയോ? ഈ ദുർബലമായ മനസ്സുള്ള ആളുകളുണ്ടല്ലോ, ടെൻഷനൊക്കെ ഉള്ള ആളുകൾ, ആ ടെൻഷനുള്ള ആളുകൾക്ക് ടെൻഷൻ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഇതിൽ കൊണ്ടുപോയിട്ട് ലഹരിക്ക് അഡിക്റ്റാക്കി ഇതിലിങ്ങനെ കിടന്ന് നഗ്ന പൂജകൾ നടത്തി. ഇതിൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത പലതും കേരളത്തിൽ നഗ്ന പൂജകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പലതും കേസാകുമ്പോഴാണ് ആളറിയുന്നത്. അതിൽ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല. ക്രിസ്ത്യാനികൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾ, ഈ അടുത്തൊരു മുസ്ലിം ദമ്പതി തന്നെ തുറന്നു പറഞ്ഞിരുന്നു നഗ്നപൂജയ്ക്ക് വേണ്ടി ഭർത്താവ് നിർബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ സേവിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇസ്ലാം 7 വൻപാപങ്ങൾ, സബഉൽ മുബിഖാത്തിൽ, സിഹ്ർ, ആഭിചാരക്രിയയെ ഇസ്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് 7 വൻപാപങ്ങളിൽ ഒന്നാണ്. ഇത് ഈ സാത്താനെ സേവിക്കുന്നവരുടെ സ്വഭാവമാണ്. അവിടെയും അസ്മായിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ്. ഖുർആനായത്തിനെ തലതിരിച്ച് എഴുതിയിട്ടും മറ്റൊക്കെയാണ് ഈ ഒരു ആഭിചാരങ്ങൾ, സിഹർ അവിടെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മറ്റൊരു വേർഷനാണ് ഈ സാത്താൻ സേവയിൽ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആർത്തവരക്തം കളക്ട് ചെയ്യും. ആർത്തവരക്തം എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച അനുഭവമുണ്ട്. അവൻ്റെ എന്താ പറയുക, ഈ ഭാര്യ സാത്താൻ പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. മംഗലാപുരത്ത് പഠിക്കാൻ പോയിരുന്ന പെൺകുട്ടിയായിരുന്നു. അവിടെ നിന്ന് സാത്താൻ സേവക്കാരെ കൂട്ടത്തിൽ കൂടി. എന്നിട്ട് ചെയ്യുന്ന ഈ ആർത്തവത്തിൻ്റെ സമയത്ത് ഉണ്ടാവണ ഡ്രസ്സ് ഉണ്ടല്ലോ, അവർ ഈ സമയത്ത് ഈ പീരീഡ് ആവണ സമയത്ത് ഒരു ഇത് വാങ്ങാതെ ഡ്രസ്സ് ഉപയോഗിക്കുന്നൊരു പരമ്പരാഗത രീതിയാണ് ചെയ്യുന്നത്. അത്തരം ഡ്രസ്സുകൾ എടുത്തു വെക്കും. അപ്പോൾ ഈ രക്തമുള്ള ഡ്രസ്സ് എടുത്ത് ഭർത്താവിന് അത് മനസ്സിലായി. ഇത് എന്തിനും എടുത്തു വെക്കേണ്ട ആവശ്യം, സാധാരണ സ്ത്രീകൾ അത് കഴുകിയിട്ട് ആരും കാണാത്തൊരിടത്ത് ഉണക്കാനിട ചെയ്യാം. ഇതുവരെടുത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടത്രേ. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു സംഭവം സബിത എന്ന് പേരുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി കൊടുത്തൊരു പരാതിയിൽ പറയുന്നതാണ്, ഇവരുടെ ഹസ്ബൻഡ് ഈ മുമ്പൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു സെക്സ് ചെയ്തിരുന്നത്. ഈ പീരീഡ് ആവണ സമയത്ത് സെക്സ് ചെയ്യാൻ പാടില്ല എന്നാണ് എല്ലാ മതങ്ങളും പറയാ, ശാസ്ത്രവും അങ്ങനെ തന്നെ പറയാം. കാരണം ആ സമയത്ത് പെൻസിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ശാരീരികമായിട്ട് ലൈംഗിക രോഗങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത്തരം സെക്സിനൊക്കെ ഹറാമാക്കി. അപ്പൊ ഈ സമയത്ത് ഇയാൾ ഇങ്ങനെ സെക്സ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ ആ സമയം നോക്കിയിട്ട് ഇയാൾ സെക്സ് ചെയ്യും. പീരീഡ് ആവുന്ന സമയത്തും സെക്സ് ആണ്. അങ്ങനെ സ്ത്രീക്ക് ഭയങ്കര സംശയം. അപ്പൊ ഇയാൾ അതിൽ നിന്നുണ്ടാവുന്ന ഈ രക്തം വരുമല്ലോ, സ്വാഭാവികമായിട്ടും ബ്ലീഡിങ് നടക്കും. ആ ബ്ലീഡിങ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പലതും കൊണ്ട് എഴുതുക. ഈ സ്ത്രീക്ക് ഇത് മാനസിക രോഗമാണെന്ന് കരുതിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് മാനസിക ഡോക്ടറെ കൊണ്ട് പറഞ്ഞപ്പോഴാണ് ഇതൊരു സാത്താൻ സേവയുടെ വിഭാഗത്തിൽ ഈ ഭർത്താവ് പെട്ടു എന്ന് മനസ്സിലാവണം. ഇത് വളരെയധികം ഗൗരവപ്പെട്ട് ചിന്തിക്കേണ്ടുന്ന ഒന്നാണ് ഈ സാത്താൻ സേവ. നമ്മുടെ നാട്ടിലും ഇത് യഥേഷ്ടമുണ്ട്. ലഹരിക്ക് ഇവർക്ക് പ്രശ്നമില്ല, ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികത ഇവർക്ക് പ്രശ്നമില്ല, ആർക്കുമായിട്ടും ലൈംഗികത ചെയ്യാം. ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ലോകത്ത് ഏതൊക്കെ അന്യഗ്രഹങ്ങളിൽ ഇവർക്ക് സുന്ദരമായിട്ട് ജീവിക്കാം. ഇതിന്റെ പിന്നിൽ വീഴുന്നത് സാധാരണ മനുഷ്യരല്ല, വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്നുള്ളതാണ് രസകരം. നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരടക്കം ഇതിന്റെ കെണിയിലുണ്ട്. ഇതില് ജാതിമത വ്യത്യാസമില്ലാതെ പലരും ഇതിനുണ്ട്. കാരണം തുറന്ന ലൈംഗികതക്കും എന്ത് തോന്നിവാസത്തിനും നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു വിഭാഗമാണ് ഈ സാത്താൻ സേവക്കാര്. ഇവർ കറുത്ത ഡ്രസ്സുകളോ അല്ലെങ്കിൽ കടും ചുവപ്പോ ഒക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഈ മനുഷ്യന്റെ തലയോട്ടിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. പിന്നെ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന വളരെ പവിത്രമായിട്ട് കരുതുന്ന അപ്പം അവരെടുത്തിട്ട് അവരിതിനു വേണ്ടി ഉപയോഗിക്കുക. ഇപ്പൊ അവരുടെ സീറോ മലബാർ സഭ അടക്കം ഈ കൊടുക്കുന്ന അപ്പം നാവിൽ മാത്രമേ വെച്ച് കൊടുക്കുള്ളൂ, കയ്യിൽ കൊടുക്കൂല. അത് വേറെ മതക്കാർക്ക് പോലും ഒരു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒന്നാണ്, അവരത്രയും പവിത്രമായിട്ട് കരുതുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു സാത്താൻ സേവ എന്ന് പറയുന്നത് ഇതിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സാത്താൻ സേവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കറുത്ത കുർബാന, ലൂസിഫറിനെ ആരാധിക്കുന്ന ആളുകളുള്ളത്. ഇത് ഇവിടെ രഹസ്യമാണെങ്കിൽ മറ്റു നാടുകൾ ഇത് പരസ്യമാണ്. പല കൊലപാതകങ്ങളും നഗ്നപൂജകളും ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിയെ കണ്ടെത്തി എന്ന് പറയുന്നത് സന്തോഷത്തോടൊപ്പം ഈ മൊബൈൽ ഫോണിനെ ചൊല്ലിയിട്ടുള്ള ഒരു വഴക്ക് പറഞ്ഞതാണ് ആ കുട്ടിയെ കാണാതാവാനുള്ളൊരു കാരണമായത്. ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ പേരിൽ ഈ ഒരു വർഷം തന്നെ 38 കുട്ടികളാണ് ജീവനൊടുക്കിയത്. വളരെ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് മൊബൈൽ ഫോൺ. അഡിക്റ്റാണ് മക്കൾ. സ്കൂൾ വിട്ടങ്ങണ്ട് വന്ന പാട് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ മക്കൾ വയലന്റ് ആവും.
ഏത് ചെറുതാവട്ടെ വലുതാവട്ടെ കുട്ടികൾ ഫോൺ അഡിക്റ്റാണ്. ഈ ഒരു സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ബോധേടാവണം, കുട്ടികളെ പറഞ്ഞ് ശീലിപ്പിക്കണം, മികച്ച കൗൺസിലിംഗ് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും.